और ചേട്ടാ 5000 ക്യാഷ് ഫ്രീ തരും ഇപ്പൊ തന്നെ തരും ഉടൻ ഉറപ്പാണ് അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം പൊട്ടിക്ക് G5 ഓക്കെ. അപ്പൊ മൊബൈൽ ഫോണാണ് ഗിഫ്റ്റ് അടിച്ചേക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ളൊരു തട്ടിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, കാരണം ഇതുപോലുള്ള ടീംസുകളൊക്കെ നിങ്ങളെ വീട്ടിൽ ഉറപ്പായിട്ടും വരും. കാരണം ടൗൺ ഏരിയകളിലൊന്നും സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കത്തില്ല. കാരണം ആ ഏരിയകളിലൊക്കെ ക്യാമറകൾ, അതുപോലെ നല്ല അത്യാവശ്യം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉടായ്പകൾക്കൊന്നും അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവന്മാർ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട അന്നത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുന്ന സാധാരണപ്പെട്ട കുറേ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾ താമസിക്കുന്ന നാട്ടിൻപുറങ്ങൾ, അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് ഇതുപോലുള്ള നാറികൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് തട്ടിപ്പിന് വേണ്ടി മാത്രം. ഇവിടെ എല്ലാവരും വരുന്നത് തട്ടിപ്പിനാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ വരുന്നതും ഇതുപോലെ തട്ടിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. ജീവിക്കാൻ വരുന്ന ആൾക്കാരും ഉണ്ട്, തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് എന്നാൽ കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പം ഇവിടെ സംഭവം ഞാനൊരു വീഡിയോ കാണിക്കാം. ഇപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാട്ടിൻപുറങ്ങളിലാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്, പുതിയ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക, നിങ്ങളെ വീട്ടിലും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഷർട്ട് പീസ് പാന്റ് പീസ് ഓക്കെ, 2 പീസ് ഉണ്ട്. ഓക്കെ, 2 പീസ് വില 1500. വില 1500. 1500 ഫസ്റ്റ് കുട്ടി വാങ്ങും. ഇപ്പൊ കവർ പൊട്ടിച്ച് ഓലെ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും. ഗിഫ്റ്റ് കൂപ്പണിൽ 5000 കിട്ടും. 5000 ഇപ്പൊ തരും, ഷർട്ട് പീസ് പാന്റ് പീസ് തരും. ഇല്ലെങ്കിൽ 2000 കിട്ടും, 2000 തരും, ഷർട്ട് പീസ് പാന്റ് പീസ് തരും. ഓക്കെ. ഇല്ലെങ്കിൽ സെൽഫോൺ കിട്ടും, സെൽഫോൺ തരും, G5 ഷർട്ട് പീസ് പാന്റ് പീസ് തരും. ഇല്ലെങ്കിൽ 1500 കിട്ടും, 1500 തരും, ഷർട്ട് പീസ് പാന്റ് പീസ് തരും. ഈ 4 പ്രൈസില് ഒരു പ്രൈസ് ഉറപ്പാക്കിട്ട് ഇപ്പൊ തന്നെ കിട്ടും, ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ തരും. വേറെ പ്രൈസ് ഒന്നും ഇല്ല. ഈ 4 വേറെ പ്രൈസ് ഒന്നും ഇല്ല. ഈ 4 സപ്പോസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഷർട്ട് പീസ് പാന്റ് പീസ് ഫ്രീ തരും. और ചേട്ടാ 5000 ക്യാഷ് ഫ്രീ തരും ഇപ്പൊ തന്നെ തരും ഉടൻ. ഉറപ്പാണ് അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം പൊട്ടിക്ക്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കയ്യിൽ ഒരു ഷർട്ടിന്റെയും ഒരു പാന്റിന്റെ തുണിയുണ്ട്, അത് പാക്ക് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയും, വെറും കൂറ തുണിയാണ്. കടയിൽ ഒരു 500 രൂപയ്ക്ക് താഴെ ഒരു 500 രൂപ നമുക്ക് ഇതിന് വിലയിടാം. ഒരു 500 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഇത് ഇവർക്ക് ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് ഇവർക്ക് വെറും റേറ്റ് കുറവിൽ കിട്ടുന്ന സാധനമാണ്. അപ്പം ഈ ഒരു തുണി മേടിക്കുവാണെങ്കിൽ, ഈ ഒരു ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും തുണി മേടിക്കുവാണെങ്കിൽ ഇതിനകത്തൊരു സമ്മാനമുണ്ട്, ഇതിൻ്റെ അകത്തൊരു കൂപ്പണുണ്ട്, അതിനകത്തൊരു സമ്മാനം കിട്ടുമെന്നാണ് ഇപ്പം പറയുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ പ്രൈസ് 1500 രൂപയാണ്. 1500 രൂപ കൊടുത്തിട്ട് ഇത് മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സമ്മാനം വെച്ച് കഴിഞ്ഞാൽ 4 സമ്മാനം മസ്റ്റായിട്ട് കിട്ടുമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ 4 സമ്മാനങ്ങളിൽ ഒന്നാമത്തത് 5000 രൂപയാണ് ടോപ്പ് പ്രൈസ്, രണ്ടാമത് 2500, മൂന്നാമത് ഒരു മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൊബൈൽ ഫോണൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയാവും. ഈ സാധനം മേടിക്കാൻ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടും. നാലാമതായിട്ട് 1500 രൂപ കിട്ടും. അപ്പോൾ 4ൽ ഏതെങ്കിലും ഒരു സമ്മാനം ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് ഇവൻ പറയുന്നത്. കിട്ടാതിരിക്കുവാണെങ്കിൽ ദാണ്ടെ 5000 രൂപ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് വെറും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ള 5000 രൂപയുടെ നോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഉടായ്പ് കാണിക്കാൻ വരുന്ന ആൾക്കാർ ഇനി 5000 ആയിക്കോട്ടെ, 10000 ആയിക്കോട്ടെ, ഇനി 1,00,000 രൂപയാണെങ്കിലും കയ്യിൽ വെക്കുമല്ലോ. കാരണം വലിയ ചിലവൊന്നുമില്ലല്ലോ, പോകുന്ന പൈസയല്ലല്ലോ, ആൾക്കാരെ തെളിവ് കാണിച്ച് പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു പരിപാടിയാണ്. ബാക്കിയും കൂടെ കണ്ടു നോക്ക്. തരാം. ഗൂഗിൾ പേ കമ്പനി റൂൾസ് ഉണ്ട്, മനസ്സിലായില്ല? ഇത് വീഡിയോയിലുണ്ട്. കൊടുക്ക്. ഓക്കെ, ഇത് 1500. ഓക്കെ, പരീക്ഷണമാണ്. തുടക്കം തന്നെ അവൻ പറയുന്നുണ്ട്, പൈസ തന്നാൽ മാത്രമേ ഈ സാധനം പൊട്ടിക്കാൻ സമ്മതിക്കൂ, വേണമെങ്കിൽ പൈസ പേ ചെയ്യുക. അല്ലല്ലോ, അങ്ങനെയാണല്ലോ ഉടായ്പ ടീമുകളെല്ലാം അങ്ങനെയാണല്ലോ, പൈസ തന്നാൽ മാത്രമേ ഈ സാധനം കയ്യിലോട്ട് തരൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് നമ്പർ ഉടായ്പ ടീമുകൾ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം നമ്മളൊരു നല്ലൊരു ഇതിൽ നിന്ന് ഇപ്പോൾ ജെന്യൂനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അത്
പൊട്ടിച്ച് നോക്കാനെ കൊണ്ടൊക്കെ നമുക്ക് അവർ അവസരം തരും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഇപ്പോഴത്തെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾ ഡെലിവറി ബോയ്സ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമുക്ക് പൊട്ടിച്ച് നോക്കി സാധനങ്ങളെല്ലാം ഉറപ്പുവരുത്തി ഒറിജിനലാണെന്നെല്ലാം കൺഫേം ആക്കിയിട്ട് മാത്രം നമുക്കത് സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകം അവർ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്യും, വാട്സാപ്പിനകത്ത് അയക്കുകയും ചെയ്യും അവർ മെസ്സേജ് ചെയ്യണം. സാധനം പൊട്ടിച്ച് നോക്കി ഒറിജിനലാണോ ഡാമേജ് ഇല്ലെന്നൊക്കെ ഉറപ്പ് വരുത്തുക എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. നേരത്തെ പക്ഷെ ഇങ്ങനെ ഇല്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ കൂടിയ സമയത്ത്, കാരണം ഡെലിവറി ബോയ്സും അതുപോലെ ഹബ്ബുകളിൽ നിന്നൊക്കെ ഈ സാധനം അടിച്ചു മാറ്റി, കാരണം കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സാധനത്തിന് പകരം മറ്റേ കരിക്കട്ടയും മണ്ണാങ്കട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ കൂടി അങ്ങനെ കംപ്ലൈൻറ്റ് കൂടുതലായപ്പോഴാണ് ഇവർ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയത് തന്നെ. പൈസ മുമ്പേ തന്നു കഴിഞ്ഞാൽ മാത്രമേ സാധനം പൊട്ടിച്ച് കാണിക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പൊട്ടിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒന്നും ഇല്ലാതിരിക്കത്തില്ല. കാരണം അവൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സമ്മാനം കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുകിലും മൊബൈലും 1500 രൂപയന്മാർ വെക്കത്തുള്ളൂ. കാരണം മൊബൈൽ അത് ഞാൻ പറയാം, മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 1500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പേ ചെയ്യുന്ന ഇപ്പം കസ്റ്റമർ ഇപ്പോൾ ആരെങ്കിലും മേടിക്കുന്ന ഒരാൾ പേ ചെയ്യുന്ന പൈസ തന്നെ ഇവർക്ക് ആദ്യം 1500 രൂപ ആ ഒരു കൂപ്പണിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു മൈൻഡും കാണും. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിലുമായിരിക്കും ഈ ഒരു ഇത് സെറ്റ് ചെയ്തേക്കുന്ന ഇവന്മാർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് 2 പ്രൈസ് ഇതിനകത്ത് കാണും. കാരണം ഇവന്മാരെ കയ്യിൽ നിന്ന് 1 രൂപ വിട്ടിട്ട് ഇവന്മാർ ഒരു പരിപാടിയും കാണിക്കത്തില്ല. ഉടായ്പ ടീമുകൾ അങ്ങനെയാണ്. അപ്പം ഇത് പറഞ്ഞപ്പം സൗദിയിലും ഗൾഫ് രാജ്യങ്ങൾ പോട്ട് സൗദി പോട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള തട്ടിപ്പുകൾ നേരത്തെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല. ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഓർഡർ ചെയ്യുന്ന സാധനം അവന്മാർ പാക്ക് ചെയ്ത് നല്ലതുപോലെ അവന്മാർ നമ്മളിപ്പോൾ ഒരു ഓൺലൈനിൽ നിന്ന് അവിടുത്തെ ഓൺലൈനിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ആഡ്സ് ഇങ്ങനെ വന്ന് കിടക്കും. ഇന്ന സാധനം ഇത്ര രൂപ, അല്ലെങ്കിൽ മൊബൈൽ ഇത്ര രൂപ ഓഫർ എന്ന് പറഞ്ഞ് വന്ന് കിടക്കും. അതറിയാതെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതറിയാതെ ഓർഡർ ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഒരു ഡെലിവറി പോയി, അപ്പോൾ അവിടെ നമുക്കറിയത്തില്ലല്ലോ ഏത് കമ്പനിയാണ്. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം പുതുതായിട്ടൊക്കെ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് അറിയത്തില്ല ഏതൊക്കെ ഡെലിവറി സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ സാധനം അവന്മാർ കാറിനകത്ത് കൊണ്ട് തന്നിട്ട് പാക്കഡ് ആയിരിക്കും, പൈസ മേടിക്കുക. അപ്പോൾ അവന്മാർ നമ്മൾ മുമ്പേ സാധനം പൊട്ടിച്ചു നോക്കട്ടോ അല്ലെങ്കിൽ സാധനം തരാൻ പറയുമ്പോഴത്തേക്ക് അവന്മാർ തരത്തില്ല. അവന്മാർ പറയും പൈസ തരാൻ പറയും, പൈസ തന്നിട്ട് സാധനം കൊണ്ടുപോയിക്കോളാൻ പറയും. പൈസ മേടിക്കും. നമ്മളെന്തായാലും അവിടെ വെച്ച് സാധനം പൊട്ടിച്ചു നോക്കത്തില്ല, നമ്മൾ റൂമിൽ ചെന്നിട്ടേ പൊട്ടിച്ചു നോക്കത്തുള്ളൂ. അപ്പം പൈസ മേടിച്ച് അവന്മാർക്ക് പൈസ പേ ചെയ്ത് റൂമിൽ ചെന്ന് സാധനം പൊട്ടിച്ചു നോക്കുമ്പോഴായിരിക്കും നല്ല ഒന്നാന്തരം നമ്മളെ പറ്റിച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവന്മാരെ വിളിച്ചാൽ കിട്ടത്തു പോലുമില്ല. അങ്ങനെ കുറേ ടീമുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന തട്ടിപ്പാണ്. അപ്പോൾ ഇവിടെ ഈ സാധനം പൊട്ടിച്ച് പേ ചെയ്താൽ മാത്രമേ പൊട്ടിക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൈസ തിരിച്ചു കൊടുക്കത്തില്ല. അങ്ങനെയൊന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. സമ്മാനം എന്ന് വെച്ചാൽ ഒന്നിലും മൊബൈൽ അല്ലെങ്കിൽ 1500 രൂപയാണ്. അപ്പം അവന്മാർക്ക് നഷ്ടമൊന്നും അവന്മാരെ കയ്യിൽ നിന്ന് പോകാനില്ല. അതാണ് വെപ്രാളം കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, പൈസ ഉടായ്പ കാണിക്കുന്നവരാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. എന്നിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു തൊലിഞ്ഞ ചിരി കണ്ടായിരുന്നു. കാരണം ഇവനെ ഞാൻ പറ്റിച്ച് എന്നുള്ളൊരു ചിരിയാണ് അവൻ്റെ മനസ്സിനകത്ത് കണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഓപ്പൺ ഓപ്പൺ ചെയ്യാം. എന്താണ് പ്രൈസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഭാഗ്യം കിട്ടും. 4 പ്രൈസിൽ ഉറപ്പ് കിട്ടും. ബായി തന്നെ പാക്ക് ചെയ്തതാണോ? ഇത് പാന്റ് പീസ്, ഷർട്ട് പീസ്. പാന്റ് ഷർട്ട് ഹഡ്ഡി പുലി സർ സാധനം, ഹഡ്ഡി പുലി സാധനം. കൂപ്പൺ ഇല്ലേ? ഉണ്ട്. एक मिनट वीडियो चल रहा है, वीडियो निकालो ओके निकालो कूपन ഉണ്ട്. क्या है मोबाइल फोन बेटा, मोबाइल फोन अभी नहीं चाहिए. मोबाइल फोन तो मोबाइल फोन ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഏത് കമ്പനി? ചൈനയാണോ? G5. ഓക്കെ. അവൻ അതിനകത്തുനിന്ന് സാധനം എടുക്കുന്നു. ഒന്നും അറിയാത്ത ആളെ പോലെ അതിനകത്തുനിന്ന് സാധനം എടുക്കുന്നു. എന്നിട്ട് അവനെ കൊണ്ട് മേടിച്ച് പൈസ കൊടുത്ത ആളെടുത്ത് മൊബൈൽ വീഡിയോ എടുക്കുന്ന ആളെടുത്ത് ചോദിക്കുന്നുണ്ട്, ഉണ്ടോ സമ്മാനം ഉണ്ടോ, എത്ര, ഒന്നും അറിയാത്ത പോലെ. അപ്പം പറയുന്നുണ്ട് മൊബൈലാണ് സമ്മാനം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മൊബൈലൊക്കെ സത്യം പറഞ്ഞാൽ മൊബൈലൊക്കെ ഒരു സമ്മാനമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര മൊബൈലോ ഒന്നും നോക്കത്തില്ല. ഒരു മൊബൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വിലയോ അതിൻ്റെ ക്വാളിറ്റിയോ ഒന്നും നമ്മൾ നോക്കത്തില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരു പൈസ അവിടെ വെച്ചേക്കുന്നു അല്ലെങ്കിൽ ഒരു മൊബൈൽ വെച്ചേക്കുന്നു. അപ്പം നമ്മൾ ആദ്യം മൊബൈലിലോട്ടായിരിക്കും പോകണം. കാരണം മൊബൈലാകുമ്പോഴത്തേക്ക് അത് കൂടിയ സാധനമായിരിക്കുമല്ലോ. മൊബൈലല്ലേ, മൊബൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് വിളിക്കാം, എടുക്കാം,
ഒരു മൊബൈലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തുവാടേ എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ. അവൻ മൊബൈൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവനിക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്, മൊബൈലാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ അവൻ മൊബൈൽ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം 4 സമ്മാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഒരു സമ്മാനമാണ്, 5000 രൂപ ഒരു സമ്മാനമാണ്. 5000 രൂപ സിമ്പിളായിട്ടാണല്ലോ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പോക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. കമ്പനി റൂളാണെന്നും പറയുന്നുണ്ട്. കാരണം കമ്പനി റൂൾ ആയതുകൊണ്ട് പൊട്ടിക്കുന്നതിന് മുമ്പേ പൈസ പേ ചെയ്യണം. ഏത് കമ്പനിയാണ് ഇങ്ങനെ കമ്പനി റൂളാന്ന് പറയും? ഏത് കമ്പനിയാണ് ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് 5000 രൂപ പോക്കറ്റിനകത്ത് വെക്കാനെ കൊണ്ട് ഏത് കമ്പനിയാണ് ഇത്രയും സേഫ്റ്റിയിൽ കൊടുത്തയച്ചേക്കുന്ന പൈസ? എന്തായാലും കൊള്ളാം. അപ്പം ലാസ്റ്റ് മൊബൈൽ നോക്കണം, എത്ര രൂപയുടെ മൊബൈലാണ് നിങ്ങൾ നോക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർ ഇതുപോലുള്ള ചതിയിൽ വീണ് പൈസ കളയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് വീടുകളിലൊക്കെ ഇതുപോലുള്ള ടീംസുകളൊക്കെ കയറി സാധാരണ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചു പോകുന്നുണ്ട്. G5 ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോണാണ് ഗിഫ്റ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരുന്നത്. നോക്കുക, ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കുക. ഓക്കെ, ബൈ. കണ്ടല്ലോ, ഈ ഫോണാണ് കൊടുത്തത്. ഈ ഫോൺ ഓൺലൈൻ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ ഫോണ്. ഞാൻ അതിൻ്റെ വില ഇവിടെ കൊടുക്കാം. ആ ഫോണിൻ്റെ ഇത് ഡീറ്റെയിലും പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിനകത്ത് ചെക്ക് ചെയ്യാം, ആമസോണിനകത്ത് ചെക്ക് ചെയ്യാം, ഏത് സൈറ്റിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വെറും 500 രൂപ, 600 രൂപ, അല്ലെങ്കിൽ പോട്ടെ ഒരു 550 രൂപ, 600 രൂപ താഴെ വില വരുന്നൊരു ഫോണാണ് ഇവന്മാർ കൊടുക്കുന്നത്. 1500 രൂപ മേടിച്ചിട്ട് വെറും 500 രൂപ പോലും വിലയില്ലാത്ത 2 പീറത്തുണി എന്ന് വേണമെങ്കിൽ പറയാം, പീറത്തുണി കൊടുത്ത് വെറും 500 രൂപയ്ക്ക് ഒരു മൊബൈലും കൊടുത്ത് പോട്ട് 1000 രൂപ മാറി, ബാക്കി 500 രൂപ അവന്മാർ ലാഭമാണ്. 500 രൂപ നിങ്ങളെ നിന്ന് വലിപ്പിച്ച് ഒരു 10 വീടുകൾ കയറി ഇറങ്ങി, അല്ലെങ്കിൽ 10 ആൾക്കാരെ കയ്യിൽ നിന്ന് ഇതുപോലെ 500 രൂപ വെച്ച് അവന്മാർ വലിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവന്മാർക്ക് എത്ര രൂപ ഉണ്ടാക്കാം എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും ഒരു കാരണം വെച്ചാലും ഇതുപോലുള്ള തട്ടിപ്പുകളിലും ഉടായ്പ ടീമിൻ്റെ കയ്യിലും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ തുണി മേടിക്കണമെന്നുണ്ടെങ്കിലോ ഡ്രസ്സ് അല്ലെങ്കിൽ മൊബൈൽ മേടിക്കുന്നുണ്ടെങ്കിൽ, മൊബൈൽ ആഗ്രഹിച്ചാണ് നിങ്ങൾ അത് മേടിക്കുന്നുണ്ടെങ്കിൽ, മിക്കുള്ള ആൾക്കാരും മൊബൈൽ ആഗ്രഹിച്ചായിരിക്കും ഈ ഒരു പൈസ 1500 അടച്ച് ഈ ഒരു തുണി മേടിക്കുന്നത്. തുണി എന്നിട്ട് എടുത്ത പാട്ടിന് കളയുന്ന ടീമുകളും കാണും. അപ്പോൾ തുണി മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കടയിൽ പോയി ക്വാളിറ്റി ഉള്ള തുണി നോക്കി മേടിക്കുക. കാരണം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും തുണി എടുത്താൽ പോലും ഇത്രയും രൂപ ആവത്തില്ല അല്ലേ. നമ്മളെ അടുത്തൊക്കെ നല്ല രീതിയിൽ വില കുറവിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് കളിയിൽ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. ഒരു കാരണം വെച്ചാൽ ഇതുപോലുള്ള നാറികളുടെ കയ്യിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.